തൃശൂർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനുള്ളിലും കുട ചൂടി നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രികർ. നാലുപാടും ചേർന്നൊലിക്കുന്ന ബസ് സ്റ്റാൻഡിൽ മഴയത്ത് കയറി നിൽക്കാൻ പോലും കഴിയില്ല. സ്റ്റാൻഡിനകത്ത് മുഴുവൻ കുഴികൾ രൂപപ്പെട്ടതിനാൽ വെള്ളക്കെട്ടിലൂടെയല്ലാതെ യാത്രികർക്ക് ബസ്സിൽ കയറാൻ സാധിക്കില്ല. ബസ് സ്റ്റാൻഡിന്റെ ദയനീയാവസ്ഥ യാത്രികരെ ദുരിതത്തിലാക്കുന്നു. ദിവസവും നൂറുകണക്കിന് യാത്രികരെത്തുന്ന സ്ഥലമാണ് കാഞ്ഞാണി ബസ് സ്റ്റാൻഡ്. എന്നാൽ മഴയെത്തിയതോടെ യാത്രികർ ദുരിതത്തിലായി. ബസ് സ്റ്റാൻഡിന്റെ മധ്യഭാഗത്ത് മേൽക്കൂരയുടെ പാത്തി തകർന്ന വെള്ളം വീഴുന്നത് യാത്രികരുടെ മേലാണ്. കുട ചൂടാതെ സ്റ്റാൻഡിനകത്തും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ബസ് സ്റ്റാൻഡിൽ കുഴികൾ രൂപപ്പെട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം ഇവിടെയുള്ള വ്യാപാരികളും ദുരിതത്തിലായി. മാത്രമല്ല യാത്രികർക്ക് വെള്ളക്കെട്ടിലൂടെ മാത്രമേ ബസ്സിൽ കയറാനും സാധിക്കൂ. ചുരുക്കി പറഞ്ഞാൽ മഴ നനയാതെ യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് യാത്രികർ പറയുന്നത്. മഴ പെയ്തു കഴിഞ്ഞാലേ ചോർന്ന് വിളിച്ചുകൊണ്ട് മനുഷ്യന്മാർക്ക് കുട ചൂടിയിട്ട് വേണം ഈ ബസ് സ്റ്റാൻഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനില്ല. അപ്പൊ പാത്തിയൊക്കെ പൊളിഞ്ഞ് എടുക്കുകയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാതെ ഇവിടെ പല ഉദ്യോഗസ്ഥരും വന്നു പോകുന്നതാ. പഞ്ചായത്തിൽ തന്നെ വന്നു പോകുന്നുണ്ട്, എല്ലാവരും വന്നു പോകുന്നുണ്ട്. പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല, അതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ ചെയ്യുന്നില്ല. ഫിറ്റിംഗ് കഴിഞ്ഞ് 2 വർഷമായിട്ടുള്ളൂ. 2 വർഷം കൊണ്ട് തന്നെ അത് നല്ലോണം ചോർച്ച വന്നത്. അപ്പൊ ക്വാളിറ്റിയുടെ മോശമാണ്, വളരെ മോശമായിട്ടുള്ള ക്വാളിറ്റിയാണ് ഇട്ടിരുന്നത്. ബസ് സ്റ്റാൻഡിന്റെയും സമീപത്തുള്ള പഞ്ചായത്ത് കെട്ടിടങ്ങളുടെയും നവീകരണത്തിനായി എസ്റ്റിമേറ്റ് എടുത്തിരുന്നെങ്കിലും പാത്തി തകർന്ന വെള്ളം വീഴുന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പുതിയ ടെൻഡർ വെച്ച ഏതാനും മാസങ്ങൾക്കകം വെള്ളച്ചോർച്ചയും തകർന്നു കിടക്കുന്ന ബസ് സ്റ്റാൻഡിനുള്ളിലെ റോഡും ശരിയാക്കാൻ പദ്ധതിയുണ്ടെന്നാണ് പഞ്ചായത്തിന്റെ വാദം. 4.5 ലക്ഷം രൂപയാണ് ബസ് സ്റ്റാൻഡിലെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി മണലൂർ പഞ്ചായത്ത് നീക്കിവെച്ചിട്ടുള്ളത്. എന്നാൽ മഴ കനത്തതോടെ ദുരിതമനുഭവിക്കുന്നത് യാത്രികരാണ്. അമൃത ന്യൂസ്, തൃശൂർ. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് കാഞ്ഞാണി സ്റ്റാൻഡിലെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് സ്റ്റാൻഡും റോഡും പുനർനിർമ്മിച്ച് യാത്രക്കാർക്ക് സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. പ്രതികരണങ്ങൾ നോക്കാം. കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള കുഴി എന്ത് ചെയ്തിട്ടും എല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെയാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ ഭയങ്കര കുഴിയും കാര്യങ്ങളും യാത്രക്കാർക്കായാലും നമുക്കായാലും വണ്ടികൾക്കായാലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. ഇത് വളരെയധികം പരിതാപകരമാണ്. കുറെ നാളെ ഇതിന്റെ ആരും പ്രതികരിക്കുന്നില്ല. സ്റ്റാൻഡൊക്കെ പണിതിട്ട് എന്താ കാര്യമോ? എല്ലാം ചോർച്ച തന്നെയാ. ഇന്നലെ ഈ വണ്ടിയുടെ മെയിൻ ആക്സിലൊക്കെ പൊട്ടി. എന്താ ചെയ്യണ ബ്ലോക്കൊക്കെ ആയിട്ട് വെള്ളം വന്ന് പാത്തിട്ട് വെള്ളം മുഴുവൻ അതിന്റെ ഉള്ളില് വീണു. അവിടെ ആള് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ആളെ തലയില് പൊങ്ങി വീട്ടു. അതേപോലെ തന്നെയാ തന്നെയാണ് അതിന്റെ ഉള്ളിൽ മുഴുവൻ കംപ്ലീറ്റ് കാണുമ്പോ മോശം തന്നെയാണ്. ഈ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഈ ഭരണസമിതി ചെയ്തില്ല എന്നുള്ളതാണ്. ഈ ഭരണസമിതിയുടെ കാലത്ത് ഈ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ദ്രോഹമാണ് ജനങ്ങളോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഹരീഷ് നൽകും. ഹരീഷ്, ഈ നാട്ടുകാരുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടു. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ നോക്കിക്കാണാം? പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? ഹരീഷ്, ഈ മഴക്കാലത്ത് തൃശൂർ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രികർ നനയാതെ തിരിച്ചു പോകില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ സ്റ്റാൻഡിനുള്ളിൽ കയറിയാൽ പോലും കുട ചൂടി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. കാരണം സ്റ്റാൻഡിൻ്റെ മുകളിലെ ഷീറ്റെല്ലാം പൊളിഞ്ഞ് അതിലൂടെ വെള്ളം ചോരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് നേരെ യാത്രക്കാരുടെ തലയിലേക്ക് തന്നെയാണ് ആ ഒരു മഴവെള്ളം ചോരുന്നതും. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നിൽക്കുമ്പോൾ പോലും കുട ചൂടി നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് യാത്രികർ. അത് മാത്രമല്ല, ബസ് സ്റ്റാൻഡ് നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്, വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ടിലൂടെ അല്ലാതെ ബസ്സിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു യാത്രക്കാരെ എന്നുള്ളതാണ്. വലിയ ദുരിതം തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർ ഈ ഒരു മഴക്കാലത്ത് അനുഭവിക്കുന്നത്. പഞ്ചായത്തുമായി പലതവണ ഈ പരാതി നൽകിയിട്ടും പഞ്ചായത്ത് അതിൽ വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല, പഞ്ചായത്ത് തുക വകയിരുത്തിയിട്ടുണ്ട് ഈ റോഡ് നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും പഞ്ചായത്ത് പറയുന്നത് ഇത്തരത്തിൽ ഷീറ്റ് ഇളകി ഈ ഒരു വെള്ളം ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു മുടന്ത ന്യായമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആരോപണവും ഉണ്ട്. എന്തായാലും ഈ ഒരു മഴക്കാലത്ത് ഈ ഒരു സ്റ്റാൻഡിലെത്തുന്ന ആളുകൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്രയും പെട്ടെന്ന് ആ സ്റ്റാൻഡ് നവീകരിച്ച് യാത്രക്കാരുടെ യാത്ര തടസ്സമില്ലാത്ത രീതിയിൽ ആക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്.